കാലിയായിട്ട് അവർ രണ്ടാളും ഈ സദസ്സിലേക്ക് കടന്നു വരാൻ അദ്ദേഹത്തിന് സമ്മാനിച്ചു. ജാജിയും കുമാറും എല്ലാവരും സർവ ഏതായാലും നമ്മളത് സ്വീകരിച്ചു. ഞാൻ ഇത്രയധികം പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. നമ്മുടെ സന്ദീപാണ് എന്നോട് അന്ന് ഞാൻ ഇങ്ങനെ ഒരു വിവരം പറഞ്ഞിരുന്നു. എനിക്കിങ്ങനെ കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ള ചെറിയൊരു കാര്യം പറയുന്നതാണ്. അപ്പം അന്ന് പറഞ്ഞു നമുക്കൊരു പുറത്തുനിന്ന് കാണണ്ടേ. ഞാനൊരു ചെറിയൊരു ഹിൻഡ് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇത്രയധികം എന്തായാലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഹാപ്പിയാണ്. എന്നാൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും കൂടുതലായിട്ട് മറ്റുള്ള കൂട്ടരൊക്കെ ഇതിന് മുന്നേ പോയവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വളരെ സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഇതിൽ കുറച്ച് ആൾക്കാർ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഖത്തറിൽ വന്നതാണ്. ഞാനിത് രണ്ടാമത്തെ ടൈമാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഒരുപാട് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ മാസത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഒരുപക്ഷെ ഇവർക്കത് അറിയായിരുന്നു. അപ്പം 2010 ഫെബ്രുവരി 14 ഞാനിവിടെ ജോയിൻ ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് നമ്മൾ ഏറ്റവും കുറഞ്ഞ സാലറിയിലാണ് നമ്മൾ അന്നത്തെ ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്തോ ഭാഗ്യം കൊണ്ട് 6 മാസം കൊണ്ട് നമുക്ക് അതിനുള്ള ഫെസിലിറ്റി കിട്ടി. 1 വർഷം കഴിയുമ്പോഴേക്ക് ഞാൻ ഗ്രേഡ് 3 ആയി. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു ഗ്രേഡ് 3 ആയാലും ശരി, ഗ്രേഡ് 2 ആയാലും ശരി, എല്ലാം നമ്മളെ ഒരു സുഹൃത്ത് എന്നുള്ളതിൽ കവിഞ്ഞിട്ട് നമ്മൾ നല്ല ബന്ധങ്ങൾ കുറച്ച് പേരുമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഒരുപക്ഷെ നമ്മളെ ജോലിയുടെ പ്രഷർ കാരണത്തിൽ ആരുടെയെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാലും അതൊന്നും ഞാൻ മൈൻഡിൽ വെക്കാറില്ല. അതൊരു ലീഗലായിട്ടുള്ള കേസിലേക്ക് ഉപകാരവും അതിൻ്റെ ഒരു ബെനിഫിറ്റാണ് നമ്മളിപ്പോൾ ഈ കാണുന്നതും. എല്ലാവരുമായിട്ടും ആ സൗഹൃദം എനിക്ക് ഏത് ആൾക്കാരായിട്ടും ഉണ്ട്. അപ്പം ഇത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെയാണ് ഇത്രയധികം ആൾക്കാർ എൻ്റെ ഈ ഇതിനിങ്ങനെ വരികയും ഒരു നല്ലൊരു യാത്രയായിട്ട് ഇതൊരു സംഘമായിട്ടുമായി ചിലപ്പോൾ എനിക്ക് തോന്നുന്നത്. എന്തോ അത്രയധികം നമ്മൾക്ക് ഇനി ഫ്യൂച്ചറിലായാലും ഞാനിത് കണ്ടിന്യൂ ചെയ്യും, അത് ഉറപ്പാണ്. പിന്നെ എൻ്റെ വീട് കണ്ണൂരാണ്. എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയ സ്ഥലമാണ്. ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ നാട്ടിലുണ്ടെങ്കിൽ പങ്കെടുക്കാം. നിങ്ങളിപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്പറൊക്കെ ഏത് സമയത്തായാലും. എനിക്ക് വേറെ പ്രത്യേകിച്ച് 2 മക്കളാണ്. മോനിപ്പം ആലൻഡ് ജോലി ചെയ്യുന്നുണ്ട്. അവരെ കല്യാണമുണ്ട്. നമുക്ക് സെറ്റിൽ ചെയ്തിട്ടില്ല. ഏപ്രിൽ മാസമാണ്. ഞാൻ വിളിക്കാം. പറ്റുന്ന കൂട്ടർ ജോലിയുടെ എനിക്കറിയാം. അപ്പം നല്ല എല്ലാവരും കൂടി വരിക. ഇതിലധികം ഞാൻ പറയണം സന്ദീപ്, നമ്മളെ പഴയ പിന്നെ ഒരുപാട് സ്റ്റേജിലും പല പ്രോഗ്രാമിലും നമ്മൾ പങ്കെടുക്കലുണ്ട്. മുമ്പേ കുളിക്കാനും പിടിക്കാനും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് പിന്നെ നമ്മൾ ആ ഒരു ഗ്രേഡ് വെച്ചിട്ട് ചിലപ്പോൾ സമയം കിട്ടില്ല. നമ്മൾ വീട്ടിൽ എങ്ങനെ വരാൻ പറ്റില്ല, ഞാൻ താമസിക്കുന്ന വർക്ക് ചെയ്യാൻ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ചിലപ്പോൾ ഞാൻ പങ്കെടുക്കാറൊന്നുമില്ല. പക്ഷെ ഞാൻ പങ്കെടുക്കാതെ തന്നെ മറ്റുള്ള കാര്യങ്ങളിൽ ഞാൻ ഇടപെടൽ എന്തെങ്കിലും കൂടി പിന്നെ ഇത് ഞാൻ കിലോ പ്രതീക്ഷിച്ചു ഇത്രയധികം. അതുകൊണ്ട് താങ്ക്സ് എല്ലാവരോടും കേട്ടോ. പ്രത്യേകിച്ച് പേരെടുത്ത് പറയണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഒരു എയർപോർട്ടിലെ പല ഷിഫ്റ്റുകളിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഉറക്കം എല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ആൾക്കാർ നമ്മൾ ആ ഒരു ഷോർട്ട് പീരീഡിൽ നമുക്ക് ഇതെല്ലാം തീർക്കണം എന്നുള്ളൊരു
സംഭവം കൂടി ഇതിലുള്ളതിൻ്റെ പേരിൽ. എന്നിരുന്നാലും പ്രവീൺ ഭായിനെ കുറിച്ച് കൂടുതൽ ചിലർക്ക് പല അറ്റാച്ച്മെൻറ്റും പല അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നുകൊണ്ട് 2 വാക്ക് പെട്ടെന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അനുഭവം നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നമുക്ക് ഭക്ഷണത്തോട്